സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം ആണ് പീരിയഡ്സിൻ്റെ ടൈം. ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ അവരനുഭവിക്കുന്ന തന്നെ ഹൈജീൻ്റെ പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഡ്രസ്സിലാവുക, അല്ലെങ്കിൽ തന്നെ ഒരു ലീക്കേജ് ഉണ്ടാവുക, അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങിയിരിക്കുന്ന മെൻസ്ട്രുവൽ കപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെൽക്കം ടു അവർ ചാനൽ. ഐ ആം Dr.Christy. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ ഒരു ടെൻഷനായിരിക്കും. യൂസ് ചെയ്യാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാനൊന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വി സേഫിൻ്റെ മീഡിയം സൈസ് മെൻസ്ട്രുവൽ കപ്പാണ്. ആക്ച്വലി ഇതാണ് മെൻസ്ട്രുവൽ കപ്പ്. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ് വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട മെത്തേഡ് ഇപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും ഇരിക്കുക. നമ്മൾ രണ്ട് മെത്തേഡുണ്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. പക്ഷേ ഇതായിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡും ആൻഡ് പെയിൻ ഇച്ചിരി കൂടെ കുറവ് ഈ മെത്തേഡിലായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നത്, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും സ്ട്രക്ചർ ഒരേപോലെ അല്ല. അപ്പോൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കരുത്. ഇച്ചിരി സ്ലാൻഡിങ് പൊസിഷനിൽ വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. എപ്പോഴും സ്കോട്ടിങ് പൊസിഷനിൽ ഇരുന്നിട്ട് വേണം ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ്. അപ്പോൾ ടെൻഷൻ അടിക്കരുത്, നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവണം. അപ്പോൾ സ്കോട്ടിങ് പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് മസിൽസ് ഒക്കെ നല്ല റിലാക്സ് ആയി ടെൻഷൻ ഫ്രീ ആക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് മേ ബി ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയിരിക്കും. ജസ്റ്റ് വാസ്ലിനോ അങ്ങനെ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ജെല്ലിയോ അങ്ങനെ എന്തെങ്കിലും കപ്പിൻ്റെ ആ ഒരു സൈഡിൽ പുരട്ടിയിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അത്രയും ആ ഒരു പെയിൻ കുറഞ്ഞിട്ടുണ്ടാവും. ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും. പക്ഷേ ഒരു 2-3 സൈക്കിൾസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫ്രണ്ട്ലി ആയിട്ട് മാറും. പിന്നെ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നൊരു കാര്യം, നമ്മളെല്ലാവർക്കും പറ്റുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലർ ലീക്കിംഗ് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് കയറിക്കഴിഞ്ഞാൽ ഇത് ഫുൾ തുറക്കത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് ലീക്കിംഗ് ആവുന്നത്. സോ ഒരു വാക്വം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഈ മെൻസ്ട്രുവൽ കപ്പ് അവിടെ ഇരിക്കുന്നത്. സോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഫോൾഡിങ് ഓപ്പൺ ആയിക്കോളും. പിന്നെ ഒരു ലീക്കിങ്ങിൻ്റെ പ്രശ്നം വരത്തില്ല. ലീക്കിംഗ് മെയിൻലി വരുന്നത് ഇത് നേരെ ഓപ്പൺ ആവാത്തതുകൊണ്ടാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഒരു ഇതിൽ പിടിച്ചങ്ങ് വലിക്കരുത്. കാരണം അപ്പം ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. സോ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഈ ഒരു ഇതിൽ പിടിച്ചിട്ട് കുറച്ചൊന്ന് വലിച്ചിട്ട് ഈ ഒരു അറ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ആ ഒരു വാക്യൂം കുറച്ചൊന്ന് റിലീസാവും. എന്നിട്ട് പതുക്കെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കും അത്രയും പെയിൻഫുൾ നമുക്ക് ഉണ്ടാകത്തില്ല. ഈ പീരിയഡ്സ് ആയിരിക്കുന്ന ടൈമിൽ സ്റ്റാർട്ടിങ് ടൈമിൽ സ്റ്റെറിലൈസ് ചെയ്യുക. അല്ലാണ്ട് ഇടയ്ക്ക് നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വാഷ് ചെയ്യുക. നല്ല റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് തിരിച്ചപ്പം തന്നെ ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.